എനിക്ക് ഏതാണ്ട് 15, 16 വയസ്സുണ്ടായിരുന്ന സമയത്താണ് ഈ അനുഭവം എനിക്ക് പറ്റുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് രാത്രി നമ്മൾ ട്രിപ്പ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, ട്രിപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് സോനൂൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളാണെങ്കിൽ എൻജോയ് ചെയ്ത് പോയായിരുന്നു. എന്നാലും നമുക്ക് ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഒരു ഭയമായിരുന്നു. എന്തെന്ന് വെച്ചാൽ കാടൊക്കെ പിടിച്ചിറങ്ങുന്നത് നമുക്ക് ഭയമൊക്കെ വന്നായിരുന്നു ഉള്ളിൽ. ഞാൻ പെട്ടെന്നാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ചില സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പെട്ടെന്ന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പെൺകുട്ടി കാറിൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ കാറിൽ കയറിയിട്ട് വന്നിട്ട് പറഞ്ഞായിരുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു, എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, പെട്ടെന്ന് തന്നെ എനിക്കിത് പോകണമെന്നും പറഞ്ഞത്. പക്ഷേ അവളെ കാണാൻ നല്ല രസമുണ്ട്. അവൾ ഒരു വെള്ള ഗൗൺ ഇട്ടാണ് അവൾ വന്നത്. പെട്ടെന്ന് തന്നെ അവൾക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. നമ്മളെല്ലാം അവളെ നോക്കണുണ്ട്. അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്തായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ കൈയെടുത്ത് കണ്ണിലേക്ക് വെക്കുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റിയിട്ട് അവൾ ദേഷ്യപ്പെടുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാർ എന്തോ ഒരു ഡൗട്ട് തോന്നി അവർ പെട്ടെന്ന് പിന്നോക്കിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് അത്രയും രക്തം വരികയായിരുന്നു. അവൻ പേടിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയായിരുന്നു, എടാ മറ്റാരുമല്ല, ഈ പെൺകൊച്ചാണ് ഇവിടെ ഈ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്, ആ ഗോസ്റ്റ് ഇവളാണെന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവൻ പറഞ്ഞ സത്യമായിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് അത്രയും രക്തം ഇതെല്ലാം വന്ന് ഒഴുകുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം അവളെ കണ്ട് പതുങ്ങുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അവളെ തിരിച്ചറിഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന്. അപ്പോഴേ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഒരുവിധം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പിടികിട്ടിയത് ആ യക്ഷിയാണെന്ന്. പെട്ടെന്ന് ഡ്രൈവറാണെങ്കിൽ സീരിയസ് ആക്കില്ല. ഡ്രൈവർ നമ്മൾ കളിക്കണമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. അവൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ പോകണമെന്നും പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരുന്നു. നമ്മളെല്ലാം ഭയന്ന് വിറച്ചാണ് വണ്ടിക്കകത്തിരുന്നത്. ഞാൻ പെട്ടെന്ന് കരഞ്ഞോട് ഡ്രൈവറിൻ്റെ അടുത്ത് പറയാം, ഡ്രൈവറെ പെട്ടെന്ന് തന്നെ അവിടെ പോകുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പോവുകയായിരുന്നു. നമ്മളാണെങ്കിൽ അവളിരിക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ നോക്കിയില്ല. നമുക്ക് അത്രയും ഭയമായിരുന്നു. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ സമയം പോലും അറിഞ്ഞില്ല. രാവിലെ ആയി. നോക്കിയ ബാക്കിൽ നമ്മൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു. അവിടെ പഴയതുപോലെയായിരുന്നു. ആ സീറ്റിൽ ആരും ഇരിക്കാത്ത രീതിയിലായിരുന്നു ആ സീറ്റിൽ. നമ്മൾ പിറ്റേ ദിവസം നമ്മളവിടെ റെസ്റ്റ് എടുത്ത് റൂമിലെല്ലാം കയറി. എൻ്റെ കൂട്ടുകാർ അവിടെ നിന്ന് കുളിച്ച് കഴിഞ്ഞ് അവ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് കണ്ണാടി നോക്കിയപ്പോൾ അവൻ്റെ കഴുത്തിൽ ആരോ മാന്തിയിരിക്കുന്നു. അതോടെ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു.